പ്രിയപ്പെട്ട കൂട്ടുകാരെ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലവ്ലി ഷൗട്ട്സ്. LDC LP UP പരീക്ഷകളുടെ മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാക്കി ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജുനസ് 1 ഉപഗ്രഹവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. ജുനസ് 1 ഉപഗ്രഹവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ 1, ലോകത്തിലെ ആദ്യത്തെ ക്ലൗഡ് നിർമ്മിത പ്രദർശന ഉപഗ്രഹമാണിത്. ഓപ്ഷൻ 2, ISRO വികസിപ്പിച്ച SLV-D2 റോക്കറ്റിൻ്റെ സഹായത്തോടെ അടുത്തിടെ ഈ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. 3, ചെന്നൈ ആസ്ഥാനമായുള്ള സ്പേസ് ടെക് സ്റ്റാർട്ടപ്പായ സ്പേസ് കിഡ്സ് ഇന്ത്യയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലേതാണ് ശരിയായ പ്രസ്താവന? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം. 1ഉം 2ഉമാണ് ജുനസ് 1 ഉപഗ്രഹവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. അതായത് ലോകത്തിലെ ആദ്യത്തെ ക്ലൗഡ് നിർമ്മിത പ്രദർശന ഉപഗ്രഹമാണിത്. ശരിയായ പ്രസ്താവനയാണ്. ദെൻ ISRO വികസിപ്പിച്ച SLV-D2 റോക്കറ്റിൻ്റെ സഹായത്തോടെ അടുത്തിടെ ഈ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. അപ്പോൾ 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന ജുനസ് 1 എന്ന ഉപഗ്രഹവുമായി ബന്ധപ്പെട്ട്. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി ഏത് രാജ്യമാണ് ഒരു മത്സരത്തിൽ വൈറ്റ് കാർഡ് ആരംഭിച്ചത്? നമുക്കറിയാം യെല്ലോ കാർഡ്, അതേപോലെ തന്നെ റെഡ് കാർഡ് ഉണ്ട്. വൈറ്റ് കാർഡ് ആരംഭിച്ചത് ഏത് രാജ്യമാണ്? ഓപ്ഷൻസ് ഫ്രാൻസ് ഉണ്ട്, ജർമ്മനി ഉണ്ട്, പോർച്ചുഗൽ, അർജൻറ്റീന. ആൻസർ ഓപ്ഷൻ സി ആണ്, പോർച്ചുഗൽ. പോർച്ചുഗലാണ് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി ഒരു മത്സരത്തിൽ വൈറ്റ് കാർഡ് ആരംഭിച്ചത്. ഓപ്ഷൻ സി, പോർച്ചുഗൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ആരെയാണ് ബ്രിക്സ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്? താഴെ തന്നിരിക്കുന്നവയിൽ ആരെയാണ് ബ്രിക്സ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഓപ്ഷൻ എ, നരേന്ദ്രമോദി, ദിൽമ റൂസഫ്, ഷീ ജിൻപിങ്, സിറിൽ റമസോവ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ദിൽമ റൂസഫ്. ദിൽമ റൂസഫാണ് ബ്രിക്സ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ദിൽമ റൂസഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2022 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആനി എർനാക്സ് എത്രാമത്തെ നോബൽ നേടുന്ന ഫ്രാൻസിൽ നിന്നുള്ള എഴുത്തുകാരിയാണ്? ആനി എർനാക്സ് ആണ് 2022 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത്. ഫ്രാൻസുകാരിയാണ്. ഫ്രാൻസിൽ നിന്നുള്ള എത്രാമത്തെ നോബൽ നേടുന്ന എഴുത്തുകാരിയാണ് ആനി എർനാക്സ്? 16, 14, 17, 13. ആൻസർ ഓപ്ഷൻ എ ആണ്, 16. 16ാമത്തെ ഫ്രാൻസിൽ നിന്നുള്ള എഴുത്തുകാരിയാണ് ആനി എർനാക്സ്. ആൻസർ ഓപ്ഷൻ എ, 16ാമത്തെ എഴുത്തുകാരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2023 ഓസ്കർ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 2023 ഓസ്കാർ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? 1, മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദ എലിഫൻറ്റ് വിസ്പേഴ്സ് ആണ്. മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള ഓസ്കാർ നേടിയത് മേരി സോഫ്രസ്. മികച്ച ഒറിജിനൽ സോങ്ങിനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയ നാട്ടുനാട്ടുവിൻ്റെ സംഗീത സംവിധായകൻ M. കീരവാണിയാണ്. ഇതിലേതാണ് ശരിയായ പ്രസ്താവന? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദ എലിഫൻറ്റ് വിസ്പേഴ്സ് ആണ്. മികച്ച ഒറിജിനൽ സോങ്ങിനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയ നാട്ടുനാട്ടുവിൻ്റെ സംഗീത സംവിധായകൻ M. കീരവാണിയാണ്.
രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയ ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ബാക്കി ക്വസ്റ്റ്യനുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മറ്റു ക്വസ്റ്റ്യൻസ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്, ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.